നടൻ കൃഷ്ണകുമാറിൻ്റെയും കുടുംബത്തിൻ്റെയും പേരിൽ കള്ളക്കേസിൽ കുടുക്കി കള്ളപ്പരാതി കൊടുത്തു 3 സ്ത്രീകൾ. OBY എന്ന സ്ഥാപനത്തിൽ 3 സ്റ്റാഫുകളുണ്ടായിരുന്നു. അവരടുത്ത് ഓസി നല്ല സ്നേഹത്തിലായിരുന്നു. സ്വന്തം വീട്ടിലുള്ളവരെ പോലെ നോക്കി അവരെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിന്ന് എല്ലാ കാര്യത്തിനും ഒത്തുനിന്ന ഇവളുമാര് ഓസിക്ക് പോകാൻ പറ്റാത്ത സമയങ്ങളുണ്ടായിരുന്നു. പ്രഗ്നൻ്റ് ആയി ഇപ്പം 8-9 മാസം കൊണ്ടായി. അപ്പോൾ ഈ സമയമൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ സാധാരണ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. ഹോസ്പിറ്റലിലൊക്കെ പോയി അങ്ങനെ സ്റ്റാഫുകളുടെ അടുത്ത് പറയുമായിരുന്നു നല്ലതുപോലെ നോക്കിക്കൊള്ളണം, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഓസി അവിടെ നിന്ന് ഇറങ്ങണതിന് മുമ്പേ കള്ളങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇറങ്ങിയതിന് ശേഷം ഫുൾ അടിപൊളി കള്ളത്തരങ്ങളാണ് അവിടെ നടന്നത്. QR കോഡ് വെച്ച് പണം തട്ടി, ഫുള്ള് തട്ടി. കൃഷ്ണകുമാർ പറയുന്നുണ്ട് 69 ലക്ഷത്തിൻ്റെ ഒരിതാണ് വന്നിരിക്കുന്നത്. ഓരോരുത്തരെ അക്കൗണ്ടുകളിലേക്കൊക്കെ മാറ്റി ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ മാറ്റിയത് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ 69 ലക്ഷമൊന്നും അല്ല. അതിൽ ഇവരൊക്കെ ഒരു ചെറിയ നിഗമനം, ചെറിയ ഒരു കണക്ക് മാത്രമാണ് 69 ലക്ഷം. ഈ പെൺപിള്ളേർ 69 നല്ല കോടിക്കണക്കിനാണ് പൈസ പോയിരിക്കുന്നത്. ബാങ്ക് സ്റ്റേറ്റ്മെൻ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ അങ്ങ് ഒരുപാട് പണം പോയിട്ടുണ്ട്, കോടികളായിരിക്കും പോയിട്ടുള്ളത്. ഇവർക്ക് ഇങ്ങനെ ഒരു സൂചന കിട്ടി. ഈ QR കോഡ് വെച്ച് പണം തട്ടി ഷോപ്പിലെ QR കോഡ് മാറ്റിയിട്ട് വരുന്ന സ്റ്റാഫുകളെടുത്ത് പറഞ്ഞ് അത് ശരിയാവൂല, ഇത് കാണിക്കാമെന്നും പറഞ്ഞ് ഈ പെൺപിള്ളേരെ QR കോഡ് ഇങ്ങനെ വെച്ച് കൊടുത്തു. അപ്പോഴവർ ചോദിക്കുന്നുണ്ട്, കസ്റ്റമർ ചോദിക്കുന്നുണ്ട്, ഇത് ഇതല്ലല്ലോ എന്നുള്ള ഓസിയുടെ ഇതല്ലല്ലോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നു അതിന് എന്തൊരു കംപ്ലൈൻറ്റ്, ഇതിലോട്ട് അയച്ചാൽ മതി, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞും കൊണ്ട് ഒരുപാട് പണം ഇങ്ങനെ പോയി ഇവരെ അക്കൗണ്ടിലോട്ട് പോയി. അപ്പോഴേ ഈ പണം തട്ടാൻ നേരത്തെ ഈ ഫുള്ള് CCTV ആണല്ലോ, ആ CCTVയിൽ കാണുന്നുണ്ട് QR കോഡ് ഇങ്ങനെ വെച്ച് ഒളിച്ച് ബുക്കിനകത്തൊക്കെ വെച്ച് ഇവർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒരുപാട് പണം, ഇഷ്ടം പോലെ പണം ഇവരിങ്ങനെ ആക്കി. സത്യം പറഞ്ഞാൽ ഇവർക്ക് ലക്ഷങ്ങളായി. ഇനി ഇവർക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. ഓസിക്ക് അതിൻ്റെ കാലിലൊരു ഭാഗം പോലും ഈ സ്ഥാപനം നടത്തിയിട്ട് കിട്ടിയിട്ടില്ല. ഫുള്ള് ഇവർക്കാണ് കിട്ടിയിരിക്കണം, ഈ 3 പെൺപിള്ളേർക്കുമാണ് കിട്ടിയിരിക്കണം. അവരിപ്പോൾ ലക്ഷപ്രഭുക്കളായി. അവർ വീടും വെച്ച് ഒരുപാട് കാര്യങ്ങൾ, അവരെ കുടുംബത്തിന് പറ്റാവുന്നതിലധികം കാര്യങ്ങൾ അവർ നേടിക്കഴിഞ്ഞു. QR കോഡ് വെച്ച് അല്ലാതെ തന്നെ ഈ സ്റ്റാഫുകൾ വരണത്, ഇല്ലെങ്കിൽ ഇതിൽ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പണം വെളിയിൽ ക്യാമറ ഇല്ലാത്ത ഭാഗത്തോട്ട് കൊണ്ടുപോയി അങ്ങനെ ഒരുപാട് പേരെ നിന്ന് പണം തട്ടിയെടുത്ത്. മനസ്സിലായപ്പോൾ ഇവരെന്തോന്ന് ചെയ്ത് ഈ പെൺപിള്ളേരെടുത്ത് പറഞ്ഞു ഇതൊന്ന് കണക്ക് നോക്കണം, ഇതിങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ഈ പെൺപിള്ളേരും സംസാരിക്കുന്നുണ്ട്, ഓസിയും സംസാരിക്കുന്നുണ്ട്, അതുപോലെ കൃഷ്ണകുമാർ സാറ് സംസാരിക്കുന്നുണ്ട്. അനാവശ്യമൊന്നും പറയണം നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ഈ പെൺപിള്ളേർ ഈ കൃഷ്ണകുമാർ അനാവശ്യം പറഞ്ഞതായിട്ടും ഒരുമാതിരി ഈ വീട്ടിൽ ഇവരെ തട്ടിക്കൊണ്ട് പോയ രംഗമാണ് പറയണത്. തട്ടിക്കൊണ്ട് പോവാൻ തേരി വായും മൂക്കുമൊക്കെ പൊത്തി പിടിച്ചങ്ങോട്ട് വണ്ടിയിലിട്ട് വലിച്ചഴച്ച് കൊണ്ടുപോയാൽ അങ്ങനെയൊന്നുമില്ല. ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ പണം എങ്ങനെ പോയി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ആ കുടുംബം ഇവരെ വീട്ടിലോട്ട് വിളിച്ച് ഈ പെൺപിള്ളേർ, അപ്പോൾ ഇവരെ ഭർത്താക്കന്മാരും കൊണ്ട് വീട്ടിലോട്ട് വിളിക്കുകയും ഈ ഭർത്താക്കന്മാരും കൂടെ ചേർന്ന് ഇവരെ വണ്ടിയിൽ തന്നെയാണ് കൊണ്ടുവരണം. പിടിച്ചിട്ടതുമില്ല, ഒന്നും ചെയ്തില്ല. മാന്യമായ രീതിക്ക് ഈ പെൺപിള്ളേരുടെ അടുത്ത് പറഞ്ഞ് ഈ പെൺപിള്ളേർ നല്ലതുപോലെ വന്നു. അന്നന്ന് ഇവർക്ക് പിന്നിൽ ആരും ഇല്ല. ഇവർ തന്നെയാണ്, ഇവരെ ഭർത്താക്കന്മാർ ഈ പെൺപിള്ളേർ മാത്രമാണ് അന്ന് വരണത്. ഇവർ താമസിക്കുന്നിടത്ത് വന്ന് അങ്ങനെ കാര്യങ്ങൾ ഇവരെടുത്ത് ചോദിക്കുന്നുണ്ട്, ആഹാന ചോദിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ എല്ലാം സത്യങ്ങളൊക്കെ അവർ പറഞ്ഞു. ശരിയാണ്, ഇത്ര നമ്മളെടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഈ പെൺപിള്ളേരുടെ സ്വഭാവം അങ്ങ് മാറി. ഇവർ തട്ടിക്കൊണ്ട് പോവലായി. ജാതി അധിക്ഷേപിച്ചെന്നും ഒന്നും പറഞ്ഞില്ല, ജാതിയുടെ കാര്യമേ പറഞ്ഞില്ല. അത് ഓസി തന്നെ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ഒരു ജാതി, അമ്മ ഒരു ഇത്, അതുപോലെ അശ്വിൻ, അങ്ങനെ അവർ 3 ഇതിൽ പെട്ടവരാണ്, 3 കാസ്റ്റിൽ പെട്ടവരാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓസി പറയുന്നുണ്ട്. വെച്ചിട്ട് അമ്മക്ക് ആ ജാതിയ മതം ഒന്നും അമ്മക്ക് അങ്ങനെയൊന്നും ഒരു പ്രശ്നവും ഇല്ല, ഒരിതും നമ്മൾ പറഞ്ഞിട്ടില്ല. അതൊക്കെ ഈ പെൺപിള്ളേർ പറഞ്ഞുണ്ടാക്കി. ഇവരിവിടെ നിന്നെല്ലാം കഴിഞ്ഞ് ഇവർ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് ഇതങ്ങ് പറഞ്ഞ് ഇവിടെ ഇത് പ്രശ്നമൊന്നുമില്ല, ഒത്തുതീർപ്പാക്കി പോവാം എന്നുള്ള രീതിക്കാണ് കൃഷ്ണകുമാർ വിളിച്ച് ഈ പെൺപിള്ളേർ അവിടെ നല്ലതുപോലെ വന്ന് ഇവരെ ഭർത്താക്കന്മാർ 2 പേരെ കല്യാണം കൊണ്ട് കഴിഞ്ഞാൽ ഈ പെൺപിള്ളേരെ ഭർത്താക്കന്മാരും കൂടെ വന്ന് ഇവർ പറയുന്നുണ്ട് കുറച്ച് പൈസ തരാം എന്നുള്ളത് എടുത്ത്
എടുത്തത് ഒരു ആരും അറിയാത്ത രീതിക്കൊന്ന് പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് കൃഷ്ണകുമാർ അങ്ങനെ അവിടെ വെച്ച് ഒത്തുതീർപ്പാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇവർ 8 ലക്ഷം രൂപ അങ്ങാണ്ട് ഉണ്ട് എന്ന് പറഞ്ഞും കൊണ്ട് ഇവരെപ്പോഴും പോയി അക്കൗണ്ടിൽ നിന്നാണ്ട് എടുത്തുകൊണ്ടുവന്നേ. അതിന് ആ മറ്റേ കണ്ണാടി 3D പറയുന്നുണ്ട്, കൊണ്ടുപോയി സ്വർണ്ണവും കണ്ടയൊക്കെ പണയം വെച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇവർ അപ്പോഴങ്ങാണ്ട് പോയി, ഇവരെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, ഇവർ പോയി പെട്ടെന്ന് തന്നെ ക്യാഷ് കൊണ്ടുവന്ന് ആ പൈസ ഇവരെ കയ്യിൽ കൊടുത്തു. അതിന് പറയുന്നുണ്ട് അത് കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് പണം തട്ടി. പിന്നെന്തൊരു കൃഷ്ണകുമാർ പിടിക്കാൻ പോയെന്നോ വലിക്കാൻ പോയെന്നോ. പിന്നെ അയാൾക്ക് അതല്ലേ തൊഴിൽ, ഇന്നെയൊക്കെ എന്തിന് കൊള്ളാടി ചവിട്ടുകളെ, ഇന്നെയൊക്കെ പിടിക്കാൻ വന്നു വലിക്കാൻ വന്നു. ഈ കൃഷ്ണകുമാറിനുണ്ട് 4 മക്കൾ, പൊന്നുപോലെയാണ് വളർത്തണ അതിനെയൊക്കെ അതിൻ്റേതായ രീതിക്ക്. ശരിയാണ്, നമ്മൾ ഇത്ര ലക്ഷം ഓരോരുത്തർ അക്കൗണ്ടിലോട്ട് ആക്കിയെന്ന് സമ്മതിച്ച്, അത് നമ്മളെ ചേട്ടന്മാരെ അക്കൗണ്ടിലോട്ടും കൂടെയൊക്കെ ആക്കി ഇട്ട് കൊടുത്തെന്നും എല്ലാം സമ്മതിച്ചതിന് ശേഷം എന്തോന്നിയത്, എവളുമാർ പിന്നീട് ഒരു കളി കളിച്ച് എവളുമാരെ പിന്നിൽ നിന്നുകൊണ്ട് കുറേ പേര് അതിൻ്റെ പിന്നിൽ ആളുണ്ടായിരുന്നു കളിച്ചവർ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച്. അപ്പോഴവർ മുഖാന്തരം അവർ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയൊക്കെ കളിക്കണം. ഇവർക്കുണ്ടല്ലോ, ഈ പെൺപിള്ളേർക്കുണ്ടല്ലോ, ഇപ്പോൾ ഓസിക്കാണ് ഇപ്പോൾ ക്യാഷ് ഇല്ലാത്ത, ഓസി ലോൺ എടുത്തും കാര്യങ്ങൾ ചെയ്തുമാണ് ഇങ്ങനെ ഈ ഷോപ്പും സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടത്. ഇപ്പം അതിനെക്കാട്ടി ഒരു ഷോപ്പ് നടത്തുന്നതിനെക്കാട്ടിയും കിട്ടി ഈ പെൺപിള്ളേരാണ് അവിടെ നിന്ന് ഫുള്ള് തട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ ഈ പെൺപിള്ളേർക്ക് കണ്ടമാനം ലക്ഷക്കണക്കിന് പണമായി, കോടിയെന്ന് വേണം പറയാൻ, ആ കണക്കിന് ഉണ്ടാക്കി. കൃഷ്ണകുമാറിൻ്റെ പേരിൽ FIR ഇട്ടിരിക്കുകയാണ്. പോലീസ് ഇന്നേ വരെ FIRൻ്റെ കോപ്പി, ഈ പെൺപിള്ളേർ FIR ഇത് രജിസ്റ്റർ ചെയ്തതാണ്, കൃഷ്ണകുമാറിൻ്റെ കയ്യിലൊന്നും FIR കൊടുത്തിട്ടില്ല. സാധാരണ അതിൻ്റെ കോപ്പി കൊടുക്കാനുള്ളതാണ്, ഇപ്പം കൊടുത്തിട്ടില്ല. DIയുടെ പേരിലും കൃഷ്ണകുമാറിൻ്റെ പേരിലും ഒക്കെയാണ് FIR ഇട്ടിരിക്കുന്നത്. അത് നല്ല ഇതിനെ ജാതി അധിക്ഷേപിച്ചെന്ന് കൃഷ്ണകുമാർ എന്തിരുന്ന തട്ടിക്കൊണ്ട് പോയിട്ട് പിടിച്ചെന്ന വലിച്ചെന്ന എനിക്ക് ഒന്നും അറിയണ്ട. ഇങ്ങനെയൊക്കെയുള്ള കുറേ ഇതൊക്കെ വന്നിട്ടുണ്ട്. മുക്കോത്തിന്ന് വിളിച്ചെന്ന ഇവിടെ ഇങ്ങനെ ഈ പണം, അതാണ് കള്ളികളെ ഒരു ഇതെന്ന് പറയണത്. ഇതിൽ വെച്ച് മനസ്സിലാക്കിക്കൊള്ളണം. എവിടെയും മാറി നിന്നിട്ടോ ഒളിച്ചോടിയിട്ടോ കാര്യമില്ല. നമ്മൾ അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ ഈ വിശ്വാസം തകർന്നു. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഈ ഭീഷണിപ്പെടുത്തി, എന്താണ് ഭീഷണിപ്പെടുത്തിയെന്ന് പലരും ചോദിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിക്കുക, സ്ത്രീയോ പുരുഷനോട്ട്, പ്രത്യേകിച്ച് അത് സ്ത്രീകളെ രാത്രി ഒരു 10-11 മണിക്ക് ഒരാൾ വിളിച്ചിട്ട് ചീത്ത പോലും പറയണ്ട, പരാതിയിൽ നിന്ന് മാറിയിലേക്ക് കാണാം, ഇത്തരം ഭാഷകൾ മാത്രം. ഇത് തന്നെ വലിയൊരു ഭീഷണിയല്ലേ. നിങ്ങൾ ആലോചിക്കും, അത് ഗർഭിണിയായിട്ടിരിക്കുന്ന സ്ത്രീ. എൻ്റെ മകളങ്ങനെ ബോധം കിട്ടി വീഴുന്നുണ്ട്. പക്ഷേ ഇന്നലെ സ്വാഭാവികമായിട്ടും അവൾക്കുണ്ടായ മാനസിക പ്രശ്നം ഹോസ്പിറ്റലിൽ കൊണ്ട് ഇന്ന് എന്തുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറയുന്നു. നിങ്ങൾക്ക് ഊഹിക്കാം, 8-9 മാസം ഗർഭിണിയായിട്ടിരിക്കുന്ന സ്ത്രീക്ക് ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം. പണം പോയത് ഒരു സൈഡിൽ, ഇനി ഈ കടങ്ങൾ എങ്ങനെ വീട്ടും? 2-3 സ്ഥാപനം ഇത് തുടങ്ങിയെടുക്കണം വീണ്ടും. കാരണം സ്റ്റോർ വരെ പൂട്ടേണ്ടി വന്നു, എന്നിട്ട് പുതിയ സ്ഥാപനം വെച്ച് ആരംഭിക്കുന്നു. എന്നിട്ട് ഇവർക്കെതിരെ ആരോപണവും കേസും, ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പും. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്കെതിരെ തെറ്റ് ചെയ്യാത്തവരെ, നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടായിട്ട് ഇത്തരം നടപടികൾ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ അന്ന് ആലോചിക്കും ഈ പിതാവിൻ്റെ വേദന എന്താണ്. എനിക്ക് ഈ സിമ്പതിയോ ഒന്നും പറ്റാൻ എനിക്ക് താല്പര്യമുള്ള ആളല്ല. മക്കൾക്ക് വേണ്ടി ക്യാമറ മുമ്പിൽ ഒരാൾ കരഞ്ഞു പോലും പോരുന്നു ഞാൻ പറഞ്ഞു. നമ്മൾ ആരെ പറ്റി കുറ്റവും പറയണ്ട, നമ്മൾ തകരാനും പാടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, മാതാപിതാക്കളുടെ ബുദ്ധിമുട്ട്. ഇവിടെ പലതരം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പെൺമക്കളെ വരിയായിട്ട് വെളിവിടാൻ പറ്റാത്ത കാലമാണ്. കൃഷ്ണകുമാർ സാറിന് ഇപ്പം ഈ ഒരു കേസ് വന്നപ്പം, ഒരു വലിയ വിഷയമാണിതിപ്പം. ഇത് ഇങ്ങനെ ഒരു കേസ് വന്നപ്പോഴാണ് കൃഷ്ണകുമാർ സാറിന് അത് മനസ്സിലാവുന്നത്, എന്താ ആ ഒരു കേസിൻ്റെ ബുദ്ധിമുട്ട്. ഇത്രയും ഒരു ലെവലിൽ നിൽക്കുന്ന ഒരാളായിട്ട് പോലും, അതുപോലെ പെൺമക്കൾ അവർ സിനിമകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, എല്ലാവരും യൂട്യൂബറാണ്, അത്യാവശ്യം നല്ല ഒരു ഫാമിലിയാണ്. അപ്പോൾ ഇവർക്ക് ഇത്രയും ഇത് കണക്കിന് ഉണ്ടായിട്ടും ഇവരെ കണ്ട കള്ളക്കേസിൽ കുടുക്കിയത് കണ്ട. ഈ പെൺപിള്ളേർ ഇത്രയും പണം തട്ടിക്കൊണ്ട് പോയി, ഇത്രയും ലക്ഷങ്ങളും അല്ല കോടികളാണ് ഇപ്പം തട്ടിയിരിക്കുന്നത്. തട്ടിക്കൊണ്ട് പോയിട്ട് ഇപ്പം ആരായി? വാദി പ്രതിയായിരിക്കുകയാണ്. ഇവരെ കയ്യിൽ നിന്നാണ് പണം ഫുള്ള് കൊണ്ടുപോയത്. ഒരു സ്ഥാപനം ഇട്ട് ആ സ്ഥാപനത്തിൽ നിന്ന ജോലിക്കാരികളാണ്, ആ ജോലിക്കാരി അവിടുത്തെ സ്ഥാനക്കാരികളായി സ്വന്തം സ്ഥാപനം നടത്തും കണക്ക് അവളൊക്കെ മേടിച്ചിട്ടത് കണക്ക് അതിലുള്ള ആ സമ്പാദ്യങ്ങൾ മൊത്തവും എടുത്ത് അങ്ങനെ വേണം പറയാം, വിൽപ്പനയ്ക്ക് വിറ്റ് എവളുമാർ
അത്രയും അങ്ങെടുത്ത്. ഈ OC 9 മാസം കൊണ്ട് ഇതുപോലെ പ്രഗ്നൻ്റ് ആയതിൻ്റെ പേരിൽ പോകാൻ പറ്റിയില്ല. അപ്പോഴീ വിശ്വാസത്തിൻ്റെ പുറത്ത് വിളിച്ച് പറയുമായിരുന്നു, ഒത്തിരി നോക്കിക്കോളണേ. OCയുടെ കല്യാണത്തിനെല്ലാം അവളുമാർ മുൻനിരയിലായിരുന്നു നിന്നത്. അങ്ങനെ അവളുമാർ ഓ ചേച്ചി ഞാൻ നോക്കിക്കോളാം ചേച്ചി ധൈര്യമായിട്ടിരിക്കൂ. അപ്പോൾ പറയും ഇതുപോലെ ഞാൻ ഹോസ്പിറ്റലിലാണ്, ഒന്ന് ശ്രദ്ധിച്ചു. ചേച്ചി ധൈര്യമായിട്ടിരിക്കൂ, കുഴപ്പമില്ല ചേച്ചി, ഹോസ്പിറ്റലിൽ കിടന്നു, ബുദ്ധിമുട്ടും വിഷമങ്ങളൊന്നും ഓർമ്മിക്കരുത് ഈ സമയത്ത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ പെണ്ണുങ്ങൾ എന്തോന്നിയത് കോടികളങ്ങ് തട്ടിയെടുത്ത്. എന്നിട്ട് ഇപ്പം എന്താ ഇവർ കേസ് കൊടുത്തിട്ട്, കൃഷ്ണകുമാറൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ തെളിവുകളും ഹാജരാക്കി, ഫുള്ള് CCTV എല്ലാം, ഈ പണം എങ്ങോട്ടൊക്കെ പോയി അക്കൗണ്ടുകളിലൊക്കെ പോയതെല്ലാം എടുത്തിട്ട് ഇപ്പം ഇവളുമാർ പറയണത് ജാതി അധിക്ഷേപം. തട്ടിക്കൊണ്ടുപോയി മൂക്കും വായും കൂടെ പൊത്തി കൊണ്ടുപോയി കെട്ടിയിട്ട്, കയ്യും കാലും കൂടെ കെട്ടിയിട്ട് പോരെങ്കിൽ ഇപ്പം പീഡനവും കൂടെ, പീഡിപ്പിക്കാനും കൂടെ, ഇങ്ങനെയൊക്കെ 3 എണ്ണം കൂടെ പഠിച്ച കള്ളിയൊക്കെ പിന്നിൽ കുറേ എണ്ണം പ്രവർത്തിക്കും. നല്ലതുപോലെ വാങ്ങിച്ചു, നല്ലതുപോലെ ക്യാഷ് എറിഞ്ഞ് ഈ കള്ളിയൊക്കെ കൊടുക്കാണ്ടായിരുന്നു. എല്ലാമാരും ഭർത്താക്കന്മാരെന്ന് പറയുന്ന സാധനം എല്ലാമാരും ഇതിന്റെ പിന്നിൽ നിന്ന് കളിച്ച് മയക്കുമരുന്ന് കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണുന്നത്. ഈ അവസരത്തിലാണ് 4 പിള്ളേരെ വളർത്തുന്നത്. നിങ്ങൾ ഒന്നുകൂടി നിങ്ങൾ ആലോചിക്കുക, എവിടെയെങ്കിലും എനിക്കൊരു രാഷ്ട്രീയപരമല്ലാതെ എനിക്കെതിരെ എന്തെങ്കിലും ഒരു കേസോ ഒരു ആരോപണമോ എന്തെങ്കിലും ഒരു പരാതി വരട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്രയും സീരിയലും സെറ്റിലും വർക്ക് ചെയ്തതാണ്, 36 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഒരു ആരോപണം എനിക്കെതിരെ ഒരു സ്ത്രീ പറയട്ടെ, സത്യം നല്ലൊരു മനുഷ്യനാണ്, നല്ല ഒന്നാം തരം എനിക്ക് പിടിക്കാറിയാം, പക്ഷെ എന്റെ വായിൽ അത് വരില്ല. പിന്നെ ആ പെമ്പിള്ളേരടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിച്ച, അത് ആരായാലും സംസാരിക്കും. അത് OC സംസാരിച്ചു. ഒരു സ്ഥാപനം നടത്തണം, സ്ഥാപനത്തിലെ ഓണർ ഒരു സ്ഥാനം ഇല്ലാത്ത രീതിക്ക് ആ ഓണർ വാങ്ങിച്ചിട്ട് സാധനങ്ങളൊക്കെ വിറ്റ് അവളുമാർ പണം മൊത്തവും തട്ടിയെടുത്ത് അക്കൗണ്ടിലേക്ക് ഈ പണം മൊത്തവും പോയെന്നറിയുമ്പോൾ പിന്നെ 5 പൈസ പോലും ഈ OCയുടെ അക്കൗണ്ടിലോട്ട് ചെല്ലാവട്ട് ചെയ്യാതിരുന്നാൽ പിന്നെ ചോദിക്കൂലേ, ആരായാലും ചോദിക്കൂലേ, ദേഷ്യപ്പെടൂലേ. പിന്നെ അവർ ചീത്ത വിളിച്ചില്ല. നല്ല ബഹുമാനമുള്ള ഒരാളാണ് ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആൾ. കൃഷ്ണകുമാറും അതുപോലെ തന്നെ ആ പെമ്പിള്ളരെ അതേ രീതിക്ക് തന്നെയാണ് വളർത്തിയത്. അതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ ഒരിതുണ്ട്. അല്ലാതെ എവളുമാരെ രൂക്ഷമായി സംസാരിച്ചു, എവിടെയെങ്കിലും തെറി വന്നിട്ടുണ്ടോ? അത് വരത്തില്ല, അങ്ങനെ വളർത്തിയതാ. മക്കളോടും പറഞ്ഞിരിക്കുന്നതാ, സംസാരിക്കുമ്പോൾ അതിന് വിട്ട് അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പരമാവധി നമ്മൾ അടങ്ങിപ്പോവുക, പോട്ടെ എന്ന് അങ്ങനെ വളർത്തിയവരാ കുട്ടികളെ. എൻ്റെ മക്കൾക്ക് ഒരു ത്രെട്ട് വന്ന് എൻ്റെ മകൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഏത് ലെവലിലോട്ടും, അത് മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവാം. മക്കളെടുത്ത് സ്നേഹമുള്ള തന്തയാണ് ഈ സംസാരിക്കണം. അത്രയ്ക്ക് സ്നേഹമാണ്. മക്കളെന്ന് വെച്ചാൽ ജീവൻ കളഞ്ഞാണ് ഈ മനുഷ്യൻ ജീവിക്കണത്. അങ്ങനെയാണ് നോക്കണത്. മക്കൾക്ക് എന്തെങ്കിലും ഒരു പൊടി പോലും സംഭവിച്ചു കഴിഞ്ഞെന്നറിഞ്ഞാൽ സഹിക്കൂല. അങ്ങനത്തെ മനുഷ്യനാണ്. അതും സ്ത്രീകളാണ്, പെൺകുട്ടികളാണെങ്കിൽ അതും ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ രാത്രി 10-11 മണിക്കൂർ വിളിച്ചാൽ ഞാൻ സംസാരിച്ചതൊക്കെ എൻ്റെ കണക്കൂട്ട് വളരെ മാന്യമായ ഭാഷയാണ്. നമുക്കറിയാം ഇവിടെ അതാ ഒരുത്തിയുടെ ഭർത്താവാങ്ങണ്ട പാതിരാത്രി 12 മണിക്കാങ്ങണ്ട OCയെ വിളിച്ചിരിക്കണമെന്ന്. അപ്പം അതൊക്കെ ഒരു കുറ്റമല്ലേ? പാതിരാത്രി ഉറക്കത്തിൽ കിടക്കണ ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് അതും ഇതും. നമ്മുടെ MLA പോലും ഉണ്ടായ ബുദ്ധിമുട്ട് നിങ്ങളെല്ലാം കണ്ടു കാണാൻ ഓഡിയോയില്. രാത്രി കാലത്ത് വിളിച്ചു കഴിഞ്ഞാൽ അത് ആൺകുട്ടി വിളിച്ചിട്ട് പോലും ഏത് രീതിയിൽ പെരുമാറണമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ എൻ്റെ മകളെ ഏതോ ഒരുത്തൻ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ ഇതൊക്കെ നിങ്ങളൊക്കെ എഴുതേണ്ടത് കൈവയ്ക്കേണ്ട കേസുകളാണ്. പക്ഷെ നമ്മളൊന്നും അത് ശീലിച്ചിട്ടില്ല. നമ്മൾ നിയമം പാലിച്ചു പോകുന്ന ഒരു പൗരനാണ് ഇവിടുത്തെ. ഈ OC എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഇപ്പം 8 മാസം കണ്ട കഴിഞ്ഞ, അപ്പം ഈ സമയത്ത് നല്ലതുപോലെ ഒരു ടെൻഷൻ അടിക്കുക ഒന്നും ചെയ്യാതിരിക്കാനുള്ള സമയമാണ് ഇപ്പം ഈ പെൺകുട്ടി അനുഭവിക്കുന്നത് മൊത്തം സങ്കടകരമായ കാര്യങ്ങളാണ്. എന്ന് ഒരു ആപത്തും വരാതിരിക്കട്ടെ. ഇനി ഈ 3 സാധനങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങളുടെ സ്വന്തം വണ്ടിയിൽ പോലും വരാൻ വിടാതെ അവരേതോ ഒരു ഓഫീസിലാണ് ഞങ്ങളെ കൊണ്ടുപോയത്. പിന്നീട് ഞങ്ങൾക്ക് അവരെ സംസാരത്തിൽ നിന്നാണ് അത് അമ്പലമുക്കുള്ള ഒരു ഓഫീസാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അവിടെ ക്യാമറ ഒന്നുമില്ല. അവിടെ ഒരു 6-7 ഒരു 10-അകത്തോളം ആൾക്കാരുണ്ടായിരുന്നു. ഈ കൃഷ്ണകുമാർ സാറിൻ്റെ 4 മക്കളും. പിന്നെ ഏതോ ഒരു ഓഫീസിലാണ് എവളെയൊക്കെ കൊണ്ടുപോയെന്ന്. അവിടെ ക്യാമറകളൊന്നുമില്ല. എവള് പറയണല്ലേ. പിന്നെ അത് മാത്രമല്ല 10-11 ആൾക്കാരോടുകൂടി ഉണ്ട്. 10 ആൾക്കാരെന്ന് പറയണ അവരെ മക്കളെയൊക്കെയാണ് പറയണത്. അവരെ മക്കൾ തന്നെ അവർ തന്നെ 3-4-5-6 പേരായ 6-7-8 പേരങ്ങടെ 10
മൊത്തം ആളുകളെന്ന് പറയാൻ. പിന്നെ എവളുമാർ വന്നതായിരുന്നെ പട്ടാള സൈന്യം പോലെയാണ് വന്നത്. അവൾ മൂന്നും അവളെയൊക്കെ മാപ്പിളമാരും എല്ലാവരും കൂടെ പട്ടാള സൈന്യം പോലെയാണ് ഇവരെ വണ്ടിയിൽ ഇടിച്ച് കയറി എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കാമെന്നും പറഞ്ഞാണ് ഇതിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നത്. ഇരു ചെവി അറിയണ്ട, 3 പെൺപിള്ളേരല്ലേ, കൃഷ്ണകുമാറിന് 4 പെൺമക്കളല്ലേ. അപ്പം അതിൻ്റേതായ ആ വേദന അച്ഛനുണ്ടായിരുന്നു. അപ്പം ഈ പെൺപിള്ളേരെ ഒന്നും പറയാതെ കോടികൾ പോയത് പോട്ടെ, എങ്ങനെയെങ്കിലും അവരല്ലെങ്കിൽ കുറേ കഴിഞ്ഞ് തിരിച്ചു തട്ടെ, ഇത് ഒരു ഇരു ചെവി അറിയില്ലേ. അപ്പം അതിൻ്റെ ഇടയിൽ എവളുമാർ കളിച്ച കളി മറ്റുള്ള ഭാര്യയും പിന്നെ അവരുടെ 3 പേഴ്സണൽ ഡ്രൈവേഴ്സും, അതുകൂടാതെ അവരുടെ പാർട്ടിക്കൊക്കെ വേണ്ടി എടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു ചെറുപ്പക്കാരനും ഒരു റിസപ്ഷനിസ്റ്റും, അങ്ങനെ കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയിട്ട് അവരെല്ലാം ഈ കണ്ണാടിയാണ് തള്ളൽ. അന്ന് ഈ കണ്ണാടി അവിടെ വിളിച്ച് ഈ 3 എണ്ണത്തിനെയും കൂടെ വിളിച്ച് ഒത്തുതീർപ്പാക്കാം എന്നുള്ള രീതിക്ക് വിളിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി. നിങ്ങൾ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് ആക്കിയതാണ്. ഇപ്പം കണ്ട ആ കണ്ണാടി വെച്ചോളൂ, അവളാണ് ഇതിൻ്റെ പിന്നിൽ. ഇവക്ക് നല്ല ക്ലാസ് കൊടുത്താണ് വിട്ടിരിക്കുന്നത് കേട്ടോ. പക്ഷേ മറ്റോള് 2 നിന്ന് പതറണു. അവർ ഓരോ ഫോണിൽ നിന്ന് ഓരോ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ 3 പേരുടെ ഫോൺ ബലമായിട്ട് പിടിച്ചു വാങ്ങുകയും ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറിൽ എങ്ങനെയാണ് നമ്മളൊരു പേഴ്സണൽ യൂസർ ഇല്ലാതെ ഏത് ബാങ്കുകാരാണ് 1 വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ് അവർക്ക് കൊടുത്തതെന്ന് ഞങ്ങൾക്ക് അറിയണം. കാരണം ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല. അവർ 2 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങളുടെ ഫുള്ള് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഞങ്ങളുടെ ഫോണൊക്കെ പിടിച്ചു വാങ്ങി വെച്ചിരിക്കുമായിരുന്നു. ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്. ഇപ്പം ഞങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും വിശ്വസിക്കാനൊന്നും പോണില്ല. പക്ഷേ ദിയയുടെ ആ ഒരു പബ്ലിസിറ്റിയുടെ രീതി അതായിരുന്നു. ദിയ നമുക്ക് അയച്ചത് അങ്ങനെയാണ്. നാളത്തെ യൂട്യൂബിൽ നിങ്ങൾ എൻ്റെ അടുത്ത് കരയണതും ആ വീഡിയോ ഒക്കെ ട്രെൻഡിങ് ആയിട്ട് ഇറങ്ങുമെന്ന് ദിയ പറഞ്ഞെന്ന്. കള്ളത്തരം. മണ്ണാവും നിങ്ങൾ എൻ്റെ അടുത്ത് കരയുന്നതും ആ വീഡിയോസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അത് വെച്ച് നിങ്ങളെ നാണം കെടുത്തും, നിങ്ങളെ ഞാൻ കൊല്ലും. ഞങ്ങൾക്ക് വധഭീഷണി വരെ മുഴക്കിയതാണ് ദിയ. വളരെ ഭീഷണി ഇല്ലാതെ വളരെ നോർമലായിട്ടാണ് നിങ്ങൾ പറയുന്നത്. ഇങ്ങനെ അവർ 2000 രൂപ കിട്ടിയാലും ഞങ്ങൾ 3 പേരും ഒരുമിച്ച് വിധിച്ചെടുക്കും. അവിടെ നിങ്ങൾ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാം അത് അതിന് മുന്നത്തെ വീഡിയോ കാണാത്തോണ്ടാണ്. അത് തന്നെയാണ് പറഞ്ഞത്. അവർ ഞങ്ങളെ കൊണ്ടുപോയി കസ്റ്റഡി വെച്ചിരിക്കുന്ന പോലെയായിരുന്നു. അവിടെ പോലീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് പോലീസാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ അയാളുടെ വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ അയാൾ പോലീസാണെന്ന് അറിയില്ല. അയാളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഓരോന്നും ചെയ്തത്. അയാൾ നിർബന്ധിപ്പിച്ച് ഞങ്ങളെ വീണ്ടും 15 ലക്ഷം രൂപ 3 ചെക്കുകളായിട്ട് ഞങ്ങൾ എഴുതി കൊടുക്കുമെന്ന് ഞങ്ങൾ എഴുതിപ്പിച്ച ഒരു പേപ്പറും പക്ഷെ അയാൾ എഴുതിപ്പിക്കുന്നതായിട്ട് ഞങ്ങൾ എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ട് കാണിക്കുമ്പോഴാണ് അറിയുന്നത് അയാൾ പോലീസേ അല്ലാന്ന്. അയാൾ പോലീസാണെന്ന് പറഞ്ഞാണ് അവർ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ എവളൊക്കെ കള്ളികൾ എവളൊക്കെ എടുത്ത പണമല്ലേ അവർ വേറെ ഇരു ചെവി അറിയാതെ രഹസ്യമായിട്ട് അതങ്ങ് ഒരു ഒത്തുതീർപ്പിലാക്കാം എന്ന് വിചാരിച്ച് ഇവർക്കൊക്കെ നാണക്കേട് വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇവളൊക്കെ എങ്ങനെ ചെയ്തത്. അപ്പം പറയുന്നത് ആളുകൾ അത്രയും കൂടെ കണ്ടമാനം ജനങ്ങൾ അവിടെ ഇടിച്ചു കയറി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയണതിന് ഒരു മര്യാദ വേണ്ടേ? പോലീസാങ്ങാണ്ട് ഒരു പോലീസ് ഉണ്ടായിരുന്നു. പിന്നെയാണ് അറിയണത് അതൊരു പോലീസല്ല, അത് വേറെ ആരായിരുന്നു. 69 ലക്ഷമൊന്നും അവളെ അക്കൗണ്ടിൽ വന്നില്ല എന്നാണ് പറയണത്. ചുമ്മാ എവളുമാർ അത്രയും കൂടെ പുഴുങ്ങി തിന്ന്. എന്തെങ്കിലും അവരൊക്കെ വലിയ വലിയ വീടുകളും വെച്ച് ഇനി അവർക്കൊന്നും ജോലിക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. എന്തായാലും എവളെയൊക്കെ ഫേസ് വെളിയിൽ വിട്ടത് നല്ല കാര്യം. അതുകൊണ്ട് എല്ലാവരും ജനങ്ങൾ അറിഞ്ഞ് എവളൊക്കെയാണ് ഇങ്ങനത്തെ കള്ളികളെന്ന്. അതുകൊണ്ട് ഇനിയെങ്കിലും ഓരോരുത്തരും ഓരോ സ്ഥാപനത്തിൽ ജോലിക്ക് ആളുകളെ നിർത്തുമ്പം ചെറിയ ചെറിയ കടകളായിരുന്നാലും ചെറിയ ചെറിയ ഷോപ്പുകളായിരുന്നാലും ഒന്ന് ചിന്തിക്കുക. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അതല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കൂട്ടാണ്, നമുക്ക് ഭയങ്കര സ്നേഹമാണ്, നമ്മുടെ അടുത്ത് ചക്കയാണ് മാങ്ങയാണ് ചക്കരയാണ് മുത്താണെന്നൊന്നും പറഞ്ഞ് പിടിച്ചാരും നിർത്തരുത്. എല്ലാവർക്കും ഇതൊരു പാഠമായി മാറട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.